അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. സാധാരണ വെള്ളിയാഴ്ചകളിൽ ഷാഹുൽ ജോലിക്ക് പോവാറില്ല. കാരണം മറ്റൊന്നുമല്ല, ആ ജോലിക്കിടയിൽ പിന്നെ കുളിച്ച് നല്ല വസ്ത്രമെല്ലാം മാറി പള്ളിയിലേക്ക് പോകലും പിന്നെ അവിടുന്ന് തിരിച്ചെത്തുമ്പോഴൊക്കെ അല്പം വൈകും. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ചകളിൽ സാധാരണ രീതിയിൽ അവൻ ലീവ് എടുക്കുമാറായിരുന്നു. അന്നും വെള്ളിയാഴ്ച ലീവ് എടുത്തു. ഉമ്മ അവനക്ക് ചായയും കടിയുമെല്ലാം വിളമ്പി കൊടുക്കുകയാണ്. മോനെ, എന്നാലും എൻ്റെ കുട്ടി ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇപ്പോൾ വീട്ടിലുണ്ടാവുമല്ലോ. ഞാൻ അങ്ങനെ വിചാരിക്കും, ചായയും കടിയൊക്കെ ഉണ്ടാക്കും, എൻ്റെ കുട്ടിക്ക് കിട്ടുന്നുണ്ടോയെന്നാവും റബ്ബേന്ന്. ഉമ്മ, നിങ്ങൾ എന്താ പറയുന്നത്? ഉമ്മ, ഞാൻ ജോലിക്ക് പോകുന്ന ആ ഒരു സൈറ്റിലെ വീട്ടുകാരുമ്മ വളരെയധികം നല്ല ആൾക്കാരാണ്. മോനെ, ആണോ? മാഷാ അല്ലാ. ഏതൊരു ഉമ്മാൻ്റെയും ആഗ്രഹം എന്താണ്? അതെൻ്റെ കുട്ടികൾ വിശക്കണുണ്ടോ, എൻ്റെ കുട്ടികൾക്ക് വയറ് നിറഞ്ഞേക്കണോ എന്നുള്ള ചിന്തയായിരിക്കും. എല്ലാ ഉമ്മമാർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. സത്യം പറഞ്ഞാൽ മോനെ, നീ അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് സന്തോഷമാണ് ഉമ്മ. സത്യമായിട്ടും ഞങ്ങൾ ചെന്ന ഉടനെ തന്നെ നല്ലൊരു അടിപൊളി ചായ കിട്ടും ഉമ്മ. അത് നല്ല ഏലക്കായൊക്കെ ഇട്ട് തിളപ്പിച്ച് നല്ല പാലിൽ നല്ല അടിപൊളി ചായ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു 10-11 മണിയാകുമ്പോൾ അവർ ചായയും കടിയും തരും. ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് മക്കൾ എന്താ വേണ്ടത്? കഞ്ഞി ഞങ്ങൾ വെക്കുന്നുണ്ട് ദിവസം, പിന്നെ ചായയും കടിയും വേണോ? നിങ്ങൾ ഇഷ്ടമുള്ളത് പറഞ്ഞോളൂ. ആ ഉമ്മ നല്ലൊരു ഉമ്മയാണമ്മ. ആണോ മോനെ? ഹലോ. ആ മോനെ, ഇത് പണിസ്ഥലത്തു നിന്നാണേ. അല്ല മോനെ, ഇന്ന് വെള്ളിയാഴ്ച വരുന്നുണ്ടോ നിങ്ങൾ? അതായത് വെള്ളിയാഴ്ച നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ആക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു മോനെ. ഇന്ന് വരുന്നുണ്ടോ? ആ ഇല്ലുമ്മ, ഇന്ന് വരുന്നില്ല. ഇന്ന് വെള്ളി ആയതുകൊണ്ട് ഞങ്ങൾ പണിക്ക് പോവാറില്ല. ആ ആയിക്കോട്ടെ മോനെ, എന്നാൽ പിന്നെന്താന്നോ, അതിനനുസരിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. വിവരങ്ങളൊന്നും പറഞ്ഞതുമില്ല. പിന്നെ ഇപ്പോൾ ആ ആയിക്കോട്ടെ, എന്നാൽ ശരി മോനെ. നാളെ ഉണ്ടാവുമായിരിക്കും അല്ലേ? ഉമ്മ, നാളെ ഉണ്ടാവും, തീർച്ചയായും നാളെ വരും. ആയിക്കോട്ടെ എന്നാ മോനെ, ശരി. അങ്ങനെ അത് സ്നേഹത്തോടെ അതാ ബുഷിയുടെ അമ്മായിയമ്മ ഫോൺ കട്ട് ചെയ്യുന്നു. ഉമ്മ കേട്ടില്ലേ മോനെ? സമാധാനായടാ. പണിയെടുക്കാൻ പോയെടുത്ത് ആ വീട്ടുകാർക്ക് നല്ല സ്വഭാവം തോന്നിക്കഴിഞ്ഞാൽ അതെ, എൻ്റെ മക്കൾ രക്ഷപ്പെട്ടു. ഉമ്മ, ചിലർക്ക് ചെന്ന ഒരു തുള്ളി വെള്ളം പോലും തരൂല, അങ്ങനെയുണ്ട് ടീം. ഉമ്മ, ഉമ്മക്കറിയില്ലേ, ഞാൻ ഒരു വീട്ടിലേക്ക് ജോലിക്ക് പോയിരുന്നല്ലോ നാളെ, നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആരും മോനെ? നൂറിൻ്റെ ആണോ? അതെ, ആ ഉമ്മ പാവാണ്, പക്ഷേ അവിടെ ഒരു ഉപ്പുണ്ട്, എൻ്റെ അമ്മോ. ആ മോനെ, അതില്ലേ, അന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മോനത് പറഞ്ഞപ്പോഴൊക്കെ. എന്താ ചെയ്യുക, കല്യാണം കഴിഞ്ഞ് പോയില്ലേ. ഞാൻ മോനോട് അന്ന് തന്നെ പറഞ്ഞില്ല മോനെ, ഞാൻ ആലോചിക്കാൻ പോയിക്കോളാം എന്നുള്ളത്. ഉമ്മ, അവിടുത്തെ ഉപ്പ ഒരു ഭീകരനായിരുന്നു ഉമ്മ, കഴിയൂല. എന്തായാലും ഉമ്മ, എനിക്ക് നിങ്ങളോട് കാര്യം പറയാനുണ്ട്. എന്താ മോനെ? ഞാൻ ജോലിക്ക് പോകുന്നത് അത് നൂറയുടെ വീട്ടിലേക്കാണ്, അതായത് ആ പിതാവിൻ്റെ മകളെ കെട്ടിച്ച വീട്ടിലേക്ക്. മോനെ, ആണോ? എന്നിട്ട് നീ അവളെ കണ്ടോ? അതെ ഉമ്മ, അവിടുത്തെ ഉമ്മയൊക്കെ നല്ല സ്വഭാവമാണ്, ഞങ്ങൾക്ക് ഭക്ഷണവും കാര്യങ്ങളും എല്ലാം തരും സ്നേഹത്തിൽ ചാലിച്ച്. എന്നാൽ നൂറയുടെ ഭർത്താവ്, അദ്ദേഹം കുറച്ച് പോക്കാൻ തോന്നുന്നുണ്ട്. കാരണം അവളുടെ ജീവിതം കുറച്ച് പ്രയാസത്തിലാണ്. മോനെ, ആണോ? പാവം മോളായിരുന്നില്ലേ അത്? കാണാൻ നല്ല ഭംഗിയുള്ള കുട്ടിയായിരുന്നു എന്നൊക്കെ നീ പറഞ്ഞപ്പോൾ എനിക്ക് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ എന്താപ്പോൾ ചെയ്യുക, നമുക്ക് വിധിയില്ലാണ്ടായിപ്പോയി. അല്ല മോനെ, എന്താ ഞാൻ കാര്യങ്ങളൊന്ന് സംസാരിക്കണോ? ഉമ്മ, എന്തിന്? മറ്റൊരുത്തൻ്റെ ഭാര്യയാണ് അവള്, ഒരിക്കൽ പോലും. അല്ല മോനെ, അതല്ലേ, എന്താ അവളുടെ പ്രശ്നം എന്നാവല്ലേ? പാവം മോള്. ഉമ്മ, അവിടുത്തെ വീട്ടുകാർ ഉമ്മയൊക്കെ നല്ല ആക്റ്റീവാണ്, എല്ലാത്തിനും നല്ല ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ. പക്ഷേ അവൻ കുറച്ച് പോക്കാ തോന്നുന്നുണ്ട്. എപ്പോഴും അവളോട് ദേഷ്യപ്പെട്ടുകൊണ്ടും ഞങ്ങൾക്ക് ചായ കൊണ്ടുവന്നപ്പോൾ തന്നെ അവനെ തട്ടി തെറിപ്പിക്കുക ചെയ്തു. എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടായിരിക്കും. മോനെ, പാവം പെണ്ണ്. ആ പെണ്ണിനെ നമുക്ക് എന്തെങ്കിലും വീട്ടിലേക്കൊന്നും പെണ്ണ് വിളിച്ച് പറഞ്ഞില്ലേ? എന്ത് പറയാൻ, ഇങ്ങനെയുള്ള ബാപ്പമാരുണ്ടാകുമ്പോൾ എങ്ങനെ വിളിച്ച് പറയാൻ? അവരത് അംഗീകരിക്കുമോ? അവർ വിചാരം കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിൻ്റെ വീട്ടിൽ മാത്രം നിൽക്കണം, എത്ര ബുദ്ധിമുട്ടായാലും എന്നുള്ള ചിന്താഗതിയാണ് അവർക്കൊക്കെ. ഉമ്മ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോനെ? ആ പെൺകുട്ടിയുടെ ജീവിതം ദിനംപ്രതി വളരെയധികം മോശമായി കൊണ്ടിരിക്കുകയാണ് ഉമ്മ. നമുക്ക് എന്തെങ്കിലും, മോനെ, അത് തന്നെ ഞാനും ആലോചിക്കുന്നത്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അല്ല, അവളുടെ ഭർത്താവ് അവളോട് തീരെ ഒരു ഇതൊന്നും ഇല്ലേ? എന്താ പറയുന്നത്? ഉമ്മ, എനിക്കറിയില്ല. മോൻ അവളുമായി കണ്ടോ, സംസാരിച്ചോ? കുറച്ചൊക്കെ. ആ, എന്താ പറഞ്ഞത്? അവളുടെ ജീവിതത്തിൽ അവനുമായി യാതൊരു ബന്ധവുമില്ലത്രേ. കാര്യം അവനൊരിക്കൽ പോലും അവളെ
അംഗീകരിക്കുന്നില്ലെന്ന്. അവൾ വിവാഹത്തിനന്ന് അവൾക്കൊരു തലകറക്കം ചെറുതായി ഒന്ന് വീണുപോയി. ഭക്ഷണവും വെള്ളവും കിട്ടാത്തതിൻ്റെ അല്ലെങ്കിൽ ഒരുപാട് സമയം പട്ടിണി കിടന്നതിൻ്റെ ഒരു എഫക്റ്റ് ആയിരിക്കാം. പക്ഷെ അപ്പോഴേക്കും ആളുകൾ എന്തൊക്കെയോ പറഞ്ഞു ഉണ്ടാക്കി. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പാവമാണ്. പിന്നീട് അവന് സുഖമില്ലാത്തവളെ എൻ്റെ തലയിൽ വെച്ച് കെട്ടി എന്ന പേരിൽ ഓരോ പ്രശ്നങ്ങൾ അവളെ കൊണ്ടുപോയിരുന്നു. അവൻ കൊണ്ടാക്കി വീട്ടിൽ. പിന്നെ ഉമ്മയാണ് കൂട്ടിക്കൊണ്ടുവന്നത്. എന്താ ചെയ്യുക, ഇപ്പോൾ വീട്ടുവേലക്കാരിയായിട്ട് അവിടെ കഴിയുകയാണത്രേ. ശരിക്കും ഷാഹുലിൻ്റെ ഉമ്മക്ക് അത് കേട്ടപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി. മോനെ, ഒരു പെണ്ണിനെ നമ്മൾ കഷ്ടപ്പെടുത്താൻ പാടില്ല. അതെ, വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ സ്വന്തം മോളെ പോലെ ഉമ്മ അവർ സ്വന്തം മോളെ പോലെയൊക്കെ കരുതുന്നുണ്ട്. പക്ഷെ വേറൊരു പെണ്ണങ്ങോട്ട് വരുന്നുണ്ട്. അവർ കുറച്ച് എന്തൊക്കെയോ പറയുന്നത് കേൾക്കാം. ചുരുക്കി പറഞ്ഞാൽ നാത്തൂനാണോ മോനെ അറിയില്ല. എന്തൊക്കെ തന്നെയാലും എനിക്ക് സങ്കടം തോന്നുന്നു അവളെ കാര്യം കാണുമ്പോൾ. എന്നാലും ആ ബാപ്പാക്കൊന്ന് വിളിച്ചു കൊണ്ടുപോയിക്കൂടെ, കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കാൻ. ആ പെണ്ണാണെങ്കിൽ അവിടെ ഭയങ്കര പണിയാണ്. എൻ്റെ കൂടെയുള്ളവർ വരെ പറയും ആ പെണ്ണ് എന്ത് പണിയാലവിടെ എടുക്കുന്നത്, എന്താന്നില്ല, അകത്തും പുറത്തും ഒക്കെ പണിയെടുത്തുകൊണ്ടാണ്. പാവം. ഉമ്മയുടെ മനസ്സിൽ വല്ലാത്ത അലിവ് തോന്നുന്നു. എന്താ മോനെ ചെയ്യാം നമ്മൾ. എനിക്ക് സത്യം പറഞ്ഞാൽ ആ കുട്ടിയുടെ അവസ്ഥ ആലോചിച്ചിട്ട് വല്ലാത്ത അനുകമ്പ തോന്നുകയാണ്. എന്നാൽ ഷാഹുൽ, അതെ, അവൻ വിചാരിച്ചത് എൻ്റെ പെണ്ണ് വേറെ വിവാഹം കഴിച്ചു പോയാലും അവൾ സുഖസുന്ദരമായി ജീവിക്കുമെന്നതായിരുന്നു. പക്ഷേ അവളുടെ അവസ്ഥ കണ്ട് ഷാഹുലിന് നെഞ്ച് പൊട്ടുകയായിരുന്നു. അവൻ അവൻ്റെ റൂമിൽ പോയി ഒരുപാട് കരഞ്ഞു. റബ്ബേ, എന്തിനാണ് ഒരു പെണ്ണിനെ എത്രയധികം കഷ്ടപ്പെടുത്തുന്നതല്ല. അവളൊരു പാവം പെണ്ണായിരുന്നു. ഇപ്പോഴൊരു വീട്ടിലെ ജോലിക്കാരിയാണ് അവൾ. റബ്ബേ, എൻ്റെ കൈകളിലെത്തിയാൽ ഞാൻ പൊന്നുപോലെ നോക്കും അവളെ. പഠിച്ചോനെ, തന്നൂടായിരുന്നോ എനിക്ക്? എന്തിനാണ് എൻ്റെ കയ്യിൽ നിന്ന് തട്ടിത്തെറിപ്പിച്ചത്? എനിക്ക് അത്രക്കും ഇഷ്ടമായിരുന്നു അവളെ, എനിക്ക് അത്രക്കും ഇഷ്ടമായിരുന്നു. പക്ഷെ ബാപ്പ സമ്മതിച്ചില്ല. ബാപ്പയുടെ ആ ഒരു വാശി കൊണ്ട്. എന്നാൽ ഇപ്പോൾ അവൾക്ക് ദാമ്പത്യ ജീവിതമില്ല, ഒന്നുമില്ല. ഒരു വേലക്കാരി. സ്വന്തം വീട്ടിലേക്ക് പോലും താമസിക്കാൻ പോകുവാൻ അവകാശമില്ലാത്ത പെൺകുട്ടി. പാവം. ഇങ്ങനെയും എത്രയോ നിരപരാധികളായ കുട്ടികളുണ്ട് കഴിയുന്നു. ഓരോ ക്രൂരന്മാരായ പിതാക്കന്മാരുടെ കർശന നിയമങ്ങൾ അങ്ങനെ ആയിരിക്കും. ഇനിയൊരു പക്ഷെ അയാളുടെ മോളല്ലേ? അതോ ആ ഉമ്മയുടെ മാത്രം മോളാണോ? അതോ അയാൾ രണ്ടാം പിതാവാണോ? എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അത്രക്കും മോശമായ രീതിയിലാണ് ആ പെണ്ണിനോട് അയാൾ കാട്ടിക്കൂട്ടുന്നത്. റബ്ബേ, ഏതായാലും റബ്ബേ, കൈവിട്ടു പോയി. പഠിച്ചോനെ, ഇനിയും എൻ്റെ കൈകളിലേക്ക് തന്നാൽ ഞാൻ പൊന്നുപോലെ നോക്കുമല്ല. എൻ്റെ ഉമ്മയും അങ്ങനെ തന്നെ. പിന്നെ ചെറിയൊരു പ്രശ്നമുള്ളത് എൻ്റെ ഇത്താത്തയാണ്, സീനത്ത്. അവളാണെങ്കിൽ ഇപ്പോൾ രാവിലെ പോവാണ് പഠിക്കാനോ ജോലിക്കോ എന്തൊക്കെ പറഞ്ഞിട്ട്. അവളുടെ ജീവിതം അങ്ങനെ കുഞ്ഞിനെ പോലും നോക്കാത്ത അവസ്ഥ. എന്താണ് റബ്ബേ, ഷെഫി ഉസ്താദും ഭാര്യയും സുഖമായി ജീവിക്കട്ടെ. എൻ്റെ ജീവിതത്തിൽ ഓരോ വിഷമങ്ങളാണ് എനിക്കുള്ളത്. ഒരു ഭാഗത്ത് പെങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവൾ ചെയ്ത് കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ, എന്നാൽ മറ്റൊരു ഭാഗത്ത് എൻ്റെ പെങ്ങളുടെ കുഞ്ഞ് കാണുവാൻ കൊതിയാകും. പക്ഷേ കാണാൻ പറ്റില്ലല്ലോ, കൊണ്ടുപോയില്ലേ. പക്ഷേ ഷെഫി ഉസ്താദ് എൻ്റെ പെങ്ങളുടെ കൂടെ ജീവിക്കുകയാണെങ്കിൽ എത്രമാത്രം സന്തോഷമായിരുന്നു. അതെല്ലാം ഇട്ടെറിഞ്ഞ് പോയത് എൻ്റെ പെങ്ങളാണ്. അവളായിട്ട് തന്നെ എല്ലാം ഉപേക്ഷിച്ചു. എന്നാൽ എസ് എ ഷമീർ എത്ര നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹം അവളെ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അതിൽ നിന്നും എൻ്റെ പെങ്ങൾ ഒഴിവായി. കുഞ്ഞിനെയും സംരക്ഷിക്കാമെന്ന് പറഞ്ഞു. ഏതായാലും അവൾക്കും നല്ലൊരു ജീവിതം കിട്ടി. അതെ, അള്ളാഹു അവരൊക്കെ നന്നാക്കട്ടെ. നല്ല ജീവിതം വേണം. അതെ, സുഖസുന്ദരമായ സമാധാനപരമായ, അല്ലാതെ ഇതുപോലുള്ള കെണികളുള്ള ജീവിതമായി കഴിഞ്ഞാൽ എന്നും കണ്ണീരായിരിക്കും. എനിക്ക് ഏതായാലും എൻ്റെ ജീവിതത്തിൽ വല്ലാത്ത വിഷമം നേരിട്ടു. കാരണം ആ പിതാവ് അന്ന് വാശിപ്പുറത്ത് അങ്ങനെ ചെയ്തത് കൊണ്ട് എൻ്റെ പെണ്ണിൻ്റെ ജീവിതവും നഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. എനിക്കെൻ്റെ കുടുംബമായിരുന്നു. പക്ഷെ ഒരു ഭാഗത്ത് ഇങ്ങനെയുള്ള വിഷമം, മറുഭാഗത്ത് മറ്റേതും, എല്ലാം കൂടി തകർന്ന് പോകുന്ന അവസ്ഥയാണ്. മോനെ, മോനെ, എടാ മോനെ. അവൻ കണ്ണീർ തുടച്ചു. എന്താ മോനെ? ഉമ്മ, എന്താ വാതിലൊക്കെ അടച്ചുവിട്ട് എന്താ പണി എനിക്ക്? ഏയ് ഉമ്മ, ഒന്നുമില്ലമ്മ. എന്താ എൻ്റെ കുട്ടിയുടെ മുഖമൊക്കെ ആകെ ചോന്നക്കണല്ലേ? എന്താ പറ്റിയത്? ആ കണ്ണുകളൊക്കെ നിറഞ്ഞിക്കണോ? ഏയ് ഇല്ലുമ്മ. എവിടെ ഉമ്മ? സീനത്ത് അവള് പോയിക്കണേ. രാവിലെ പോകും, വൈകുന്നേരം എത്തും. ചിലപ്പോൾ
ഇരുട്ടാവും. ഞാൻ പറയും, ഉപദേശിക്കാൻ പറ്റൂല മോനെ. ഉപദേശിച്ചാൽ എൻ്റെ നേർക്കെടുക്കും. അത് ജോലിയും കാര്യങ്ങളാക്കുമ്പോൾ നേരത്തിനും കാലത്തിനും എത്താൻ പറ്റിയെന്ന് വരില്ല. പല ബ്ലോക്കും കാര്യങ്ങളൊക്കെ വരും. നിങ്ങൾക്ക് ഈ നേരത്തിന് എത്തണമെന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമില്ല. അത് പറഞ്ഞതോട് കൂടി ഇപ്പം ഞാൻ വല്ലാതെ പറയലില്ല. ഞമ്മക്ക് എന്താ റബ്ബ പഠിച്ചവൻ ഇങ്ങനെയൊക്കെ വിധിക്കുന്നത്. എൻ്റെ കുട്ടീൻ്റെ മോൻ്റെ കാര്യത്തിലെങ്കിലും എനിക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു. എൻ്റെ മോന് ഇഷ്ടപ്പെട്ട രീതിയിലെങ്കിലും കല്യാണം കഴിച്ച് അതെ ആ പെണ്ണിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എൻ്റെ കുട്ടിയുടെ കാര്യത്തിൽ എനിക്ക് സമാധാനം ഉണ്ടായിരുന്നു. അതും ഇല്ലാതായല്ലോ. ഉമ്മ നമ്മൾ വിഷമിക്കല്ലേ. പഠിച്ചോ നമുക്കൊരു താഴ്ച തന്നാലൊരു ഉയർച്ച ഉണ്ടാവും. അതെ, എല്ലാം നമുക്ക് അള്ളാഹുവിൽ സമർപ്പിക്കാം, അല്ലാതൊന്നും പറയാൻ പറ്റില്ലല്ലോ. എന്നാൽ ഈ സമയം അതാ ആ വീട്ടിൽ നൂറ രാവിലെ തന്നെ ജോലികളും കാര്യങ്ങളും എല്ലാം കഴിക്കുന്നു. ഉച്ചക്കൊക്കെ ഫുഡിനുള്ള കാര്യങ്ങൾ എല്ലാം അവൾ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ മോളെ ഓൻ കുറച്ച് ചായ വെച്ചു കൊടുത്താ. എന്നാൽ അവൾ ചായവുമായി അതാ അവൻ്റെ അരികിലേക്ക് എത്തി. അവൾ ഒഴിക്കുന്നതിനിടയിൽ അറിയാതെ അതാ അവൻ്റെ ഡ്രസ്സിലേക്ക് അല്പം അങ്ങ് ചായ തെറിച്ചു. ആ നിമിഷം എന്നെ കൊല്ലാനാണ് പ്ലാനിങ് എന്ന് പറഞ്ഞ് അവൻ മുമ്പിലുള്ള ആ ചായയും കടിയുമെല്ലാം തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു. ഇവളെ എന്ന് മുതൽ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നോ അന്ന് ഇവിടെ സമാധാനം ഉണ്ടാവും. ഏത് ദിവസം വരെ നിങ്ങളിവിടെ പാർപ്പിക്കുന്നോ അത്രക്കും കഷ്ടകാലായിരിക്കും. എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അവൻ അതാ എല്ലാം തട്ടിത്തെറിപ്പിച്ച് അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. മോനെ എന്താടാ നിനക്ക്? എന്നാൽ നൂറ മുഖം പൊത്തി കരഞ്ഞു. കള്ള കണ്ണീര് കണ്ട എല്ലാവരും വീട് പോകുന്ന വിചാരം. ഒരിക്കലും മോളെ അടുപ്പിക്കില്ല ഞാൻ. എൻ്റെ ഭാര്യ എന്നുള്ള പേരിൽ ഇവിടെ വിലസാണ് അവള്. ഒന്ന് പോയിക്കൂടെ? പോയി തന്നൂടെ? നാണമില്ലാത്ത വർഗം. മോനെ എടാ, ഞാൻ എൻ്റെ മോനാവും ഞാൻ നോക്കൂല. ആ നിങ്ങളാണ് അവളെ വഷളാക്കുന്നത്. അല്ല ഇപ്പം ശരിക്കാ ചായ കൊണ്ടുവന്ന് വെച്ചാൽ പുറത്തെറിപ്പിക്കണം. അപ്പോഴേക്കും അത് എൻ്റെ കൈ തട്ടി അറിയാതെ കരുതി കൂട്ടിയിരുന്ന എവിടെ മനസ്സിൽ വേറുള്ളവരല്ലേ. പിന്നെ ഇപ്പം എങ്ങനെ? വേണ്ട, നീ ഒന്നും പറയണ്ട. ചായ കുടിച്ചില്ലേ വേണ്ട, നീ പൊയ്ക്കോ. ഇവിടെ നിന്നാ നീ ബഹളം ഉണ്ടാക്കുകയാണ്. ഓളെ കാണുമ്പോൾ എനിക്ക് കലി കയറുകയാണല്ലോ. ആയിക്കോട്ടെടാ, ഓൾക്കും ഉണ്ടാവും നല്ലൊരു ദിവസം വരിക. ഈ നോക്കി നിന്നോ, ഓൾക്കും ഉണ്ടാവും നല്ലൊരു ദിവസം. പഠിച്ചോൻ കണ്ടക്കണേ. ഓളെ ഞാൻ കഷ്ടപ്പെടുത്താൻ സമ്മതിക്കൂല. പാവം കുട്ടിനെ ഞാൻ കൂട്ടിക്കൊണ്ടത് ഒന്നുകൊണ്ടല്ല, ഞാൻ വീട്ടുകാർക്കൊരിത് വേണ്ട വിചാരിച്ചിട്ടാണ്. ഇവിടുത്തെ പണി എടുപ്പിക്കാനും എനിക്ക് തീരെ താല്പര്യമില്ല ഓളെ കൊണ്ട്. ഞാൻ എൻ്റെ മോളെപ്പോലെ ഓൾ വളർത്തുന്നത്. നോക്കിക്കോ, ഓൾക്കും നല്ലൊരു ദിവസം വരും. ഞാൻ ഡൈവേഴ്സ് നോട്ടീസിലങ്ങ് ഒപ്പിട്ട് തരാം. എന്താ ചെയ്തോളി. ആയിക്കോട്ടെ, എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് നിൽക്കണേക്കാളും ഭേദമാണ് അത്. ശരിക്കും നൂറ വിതുമ്പി കരയുകയായിരുന്നു. മോളെ വിഷമിക്കണ്ട കേട്ടോ, ഓൻ അങ്ങനെ പലതും ചെയ്യും. കിട്ടിയോടെടുത്ത് എറിയും. അങ്ങനെ ഒരു ഭ്രാന്താണ് എനിക്ക്. ഓനിപ്പോൾ തുടങ്ങിയതാണ്. അങ്ങനെയൊന്നും അല്ലായിരുന്നു. എന്തോ ഒരു നല്ല രീതിയിൽ കല്യാണത്തിനൊക്കെ വേണ്ടി ഒരുങ്ങിയതായിരുന്നു. കല്യാണം കഴിച്ച് ആരൊക്കെ ഓൻ എന്തൊക്കെ മൂപ്പിച്ച് കൊടുത്തിക്കണെന്നാവോ. എന്നാൽ ഈ സമയം അതാ അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് വരുന്ന ഷെഫീഖിനെ കണ്ടു വഴിയിൽ നിന്ന്. അല്ല എന്താടാ ഇന്ന് പണിക്കാരുണ്ടോ? പണിക്കാരും തേങ്ങയും വാങ്ങുന്നില്ലെന്ന്. ഓ എന്തെന്ന് ദേഷ്യത്തിലാണല്ലോ ഷെഫീഖെ. ഞാൻ ഒരു കാര്യം പറയാം. എനിക്ക് ആ പെണ്ണിനെ കാണുമ്പോഴേ കലി കയറാണ്. എനിക്ക് അവളെ ഞാൻ ഇഞ്ചിഞ്ചായി കൊല്ലും, അല്ലെങ്കിൽ എൻ്റെ കൺമുമ്പിൽ നിന്ന് അവൾ പോകണം. അവളെ എനിക്ക് സത്യം പറഞ്ഞ ദേഷ്യമാണ്. എന്താണ് നീ പറയുന്നത്? ആ പെണ്ണ് അവിടെ നിന്ന് നിങ്ങൾക്ക് ഭാഗ്യമല്ലേ. പക്ഷേ നീ എന്താ ഇപ്പോഴും അവളോട് ശരിയായിട്ടില്ലേ? അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ പിണക്കങ്ങളൊക്കെ എല്ലായിടത്തും മാറുമല്ലോ. എന്താ കാലാകാലം അവളെ നീ നിരകിപ്പിക്കുകയാണോ ചെയ്യുന്നത്? എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ പിന്നെന്താ? എടാ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു പെണ്ണിൻ്റെ ഭാവി ജീവിതം നീ തകർക്കരുത്, മനസ്സിലായല്ലോ. എന്നാൽ തൻ്റെ കൂട്ടുകാരനാണ്, അല്ലെങ്കിൽ ഷെഫീഖിൻ്റെ കൂട്ടുകാരനാണ് ഷാഹുൽ എന്നുള്ള കാര്യം അതുവരെയും ദിൽഷാദ് അറിഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പണിക്കാരെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവന് വല്ലാതൊന്നും മൈൻഡ് ചെയ്തതുമില്ല. എന്തൊക്കെ തന്നെയാലും നമുക്ക് അള്ളാഹു നൽകിയ ഭാര്യമാരെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സംരക്ഷിക്കുക. പിന്നെ സ്വഭാവവും കാര്യങ്ങളൊക്കെ എന്താവൊന്നും പറയാൻ പറ്റുമല്ലോ. ഒക്കെ പഠിച്ചോൻ്റെ അടുത്തല്ലേ. അവൾക്ക് എന്തെങ്കിലും സ്വഭാവമോശം ഉണ്ടോ? എന്താ സ്വഭാവമോശം ഇല്ലായി? ഒരു തരം കളിയാണ്. എന്തെനിക്കറിയില്ല. ഞാൻ കാണോടെ വെച്ച് അവളെ ചീത്ത പറയും. എനിക്ക് എൻ്റെ കൺമുമ്പിലേക്ക് വരുന്നത് ഇഷ്ടമല്ല. എൻ്റെ റൂമിൽ നിന്ന് ഞാൻ പുറത്താക്കിയാണ്. ഉമ്മയാണ് സംരക്ഷിക്കുന്നത്. എൻ്റെ ഉമ്മാനെ പറഞ്ഞാൽ മതി. ഉമ്മാക്ക് ഇത് എന്തിൻ്റെ കേടാന്നാവോ. എന്നാൽ ഷെഫീഖിന് അത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമമായി. എന്തായാലും സാരല്ല. അങ്ങനെ ഏതാ ഷെഫീഖ് വീട് പണി നടക്കുന്ന സൈറ്റിലേക്ക് എത്തി. എന്നാൽ ഷെഫീഖിനെ കണ്ടപ്പോൾ ഉമ്മ ആ മോനെ വന്ന് ഇന്ന് പണിക്കാരൊന്നും ഇല്ല, ഇന്ന് ലീവാണ്, ഇനിയിപ്പോൾ നാളെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ദിൽഷാദ് ഇപ്പോൾ ദേഷ്യം പിടിച്ചാണ് പോയിക്കണ. ഓനെ കണ്ടോ? ആ കണ്ടുമ്മ. എന്താ ദിൽഷാദിന് എന്താ ഇപ്പോഴും ശരിയായില്ലൊന്നും? എൻ്റെ പൊന്നാര മോനെ, എന്നോട് ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ അവൻ്റെ കൂട്ടുകാരനായതുകൊണ്ട് പറയാണ്.
ഓൻ എന്തെന്നറിയില്ല. നൂറ് കേൾക്കണ്ട, അവൾക്കത് കേൾക്കുമ്പോൾ വിഷമാവും. മോനെ കാണോടെ വെച്ച് അവളോട് ദേഷ്യമാണ്. ചെറിയ ചെറിയ കുറ്റങ്ങൾ വരെ അവർ വലിയ ഇഷ്യൂ ആക്കി അവന് ഓരോന്ന് ഉപദ്രവിക്കുകയാണ്. മോനെ എന്താ ചെയ്യുക, കുട്ടീനെ കൊണ്ട് ഇടങ്ങാറയക്കണേ. പിന്നെ ആ കുട്ടിക്കാണെങ്കിൽ വീട്ടിലേക്ക് പോകണം എന്നുള്ള ചിന്തയൊന്നുമില്ല. ഞാൻ ചോദിച്ച് നോക്കട്ടെ എന്തായാലും മോൾക്ക് പോകണമെന്ന്. കാരണം ഇത്രയും ഒരാൾ ഇടങ്ങാറാക്കല്ലേ, ഒരു മനുഷ്യർ ഇത്രമാത്രം ഒരു ഭാര്യനിട്ട് ഇടങ്ങാറാക്കുകയെന്ന് വെച്ചാൽ അങ്ങനെ എത്ര സംഭവം. എനിക്കതൊന്നുമല്ല പേടി. കാരണം പലരും പല രീതിയിൽ ഇങ്ങനെ ഇടങ്ങാറായിട്ട് ആത്മഹത്യ ചെയ്ത് കേസ് വരെ എത്രയോ ദിവസം നമ്മൾ പത്രത്തിലും ഫോണിലൊക്കെ കാണുന്നത്. എനിക്കതാണ് പേടി, മനന്നൊന്ത്. കാരണം മനസ്സിനെ വേദനിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂല. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് എനിക്ക് പേടിയാണ്. ഞാൻ എങ്ങനെയെങ്കിലും അവരുടെ വീട്ടിലേക്ക് തന്നെ പറഞ്ഞേക്കാൻ പറ്റുമോ നോക്കട്ടെ. അല്ലാതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഉമ്മ നിങ്ങൾ അവരുടെ വീട്ടുകാരോട് കാര്യം സംസാരിച്ചോളി, അതായിരിക്കും നല്ലത്. പിന്നെ മോനക്ക് താല്പര്യമില്ല എന്നുള്ളതും പറഞ്ഞാളി, അവരെന്താ ചെയ്യാൻ നോക്കാലോ. ശരിക്കും ഷെഫീക്ക് അത് പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ അതിനൊരിക്കൽ പോലും അവൾ വീട്ടിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞിട്ടില്ല. പിന്നെ ഇടയ്ക്കൊരു വിളിയും തെളി അതുമില്ല. എല്ലാവരും മക്കളെങ്ങനെ വിളിച്ച് അന്വേഷിക്കുമല്ലോ, അങ്ങനെയില്ല. പാവമാണ് ഒരു കണക്കിന് ആ പെൺകുട്ടി. ഒരു വീട്ടിൽ കണ്ട് എത്തിയാൽ നല്ല ബൗസാക്കും അവിടെ. ആ വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും അവളാണ് ചെയ്യും. നല്ല മോളാണ് എല്ലാം കൊണ്ടും. എനിക്ക് വിട്ടൊഴിക്കാൻ പൂതിയൊന്നുമില്ല. എന്താ ചെയ്യുക, പക്ഷേ ഇവൻ അവളെ കൊല്ലും തന്നെ പറഞ്ഞ് നടക്കും. ഞാൻ അവളെ കൊല്ലുമോ, ഞാൻ ഇല്ലാതാക്കും, അവളെ എന്തൊക്കെയോ വിളിച്ച് പറയാണ്. അപ്പോൾ കാരണം എന്താ അറിയോ, പറയാൻ പറ്റൂല. ഇപ്പോഴത്തെ ആ മക്കളാണ് എന്തൊക്കെ പോയി എന്തൊക്കെ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ച് വന്നിട്ട് പിന്നീട് എന്തെങ്കിലും ബുദ്ധിയില്ലാതെ കാട്ടിക്കൂട്ടിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് മോനെ ഞാൻ പറയുന്നത്. ഞാൻ എന്താ ചെയ്യാൻ എനിക്കറിയുന്നില്ല ഓൻ്റെ കാര്യത്തിൽ. ഒന്നും കൂടി ഈ പറഞ്ഞെന്ന് മനസ്സിലാക്കി കൊടുക്കുമോ? ഉമ്മ ഞാൻ അവനോട് പലതവണ ഉപദേശിച്ചതാണ്, ഞാൻ അവളെ ഡൈവേഴ്സ് ചെയ്യണം അങ്ങനെ ഞാൻ പറഞ്ഞാൽ എന്നാലും വേണ്ടിയില്ല, ഉപദ്രവിക്കാൻ ഞാൻ മതി. എന്നാൽ അപ്പോഴേക്കും ഫൗസി അങ്ങോട്ട് കടന്നു വന്നു. എന്താ ഉമ്മ, എന്താ രണ്ടാളും കൂടി നല്ല വർത്താനം? എന്തായി ഷെഫീക്കെ പണിയൊക്കെ? പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ആ എവിടെ ഓള്, മറ്റോളെവിടെ? ഓളവിടെ മുറ്റടിക്കുകയാണ്. ഏതായാലും ഷെഫീക്കേ, എല്ലാവരും കൂടിയും ഞങ്ങൾക്കൊരു വേലക്കാരത്തിനെ കിട്ടിയിരിക്കണം ഇപ്പോൾ. ആങ്ങൾക്ക് ഓളോട് വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും വീട്ടിലത്തെ പണിയൊക്കെ എടുക്കും. ഞാൻ പറഞ്ഞു അവിടെ നിന്നോട്ടെ, വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തോളൂലേ, വെറുതെ ഒഴിവാക്കി വിടണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ കുറച്ച് കുറക്കാൻ പറഞ്ഞിരിക്കണം. വേലക്കാരികൾ എങ്ങനെ വീട്ടിൽ നിൽക്കുക ആ ഒരു ലെവൽക്ക് കൊടുത്താൽ മതിയെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ഷെഫീക്കിൻ്റെ മുഖം വല്ലാതെയായി. എന്താ ഇത്തങ്ങളീ പറയുന്നത്? ഒരു പെണ്ണല്ലേ, അവർ വീട്ടിലെങ്ങനെ വളർന്നതായിരിക്കും? കെട്ടിച്ച് വിടുമ്പോഴേ അവിടുത്തെ വീട്ടുകാരിങ്ങനെയൊക്കെ ചെയ്താലേ എത്ര വിഷമം ഉണ്ടാവും. അതിനിപ്പോൾ എന്താ ചെയ്യണമെന്നില്ലല്ലോ മോനെ. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഓളോട്, ഞാൻ എൻ്റെ മോളെ സ്ഥാനം കൊടുക്കുന്നുള്ളൂ. ഈ ഉമ്മാക്ക് എന്നെക്കാളും ഇഷ്ടപ്പോൾ ഓളാണ്. അതെ, ഞാനൊന്നും ആ കുട്ടീനെ ഇടങ്ങാറാക്കിയിട്ടില്ല. പക്ഷേ ഇവൾ വരുമ്പോൾ എന്തേ കുത്തുവാക്ക് പറയും. അതുപോലെ തന്നെ എൻ്റെ മോനാണ് എനിക്ക് സത്യം പറഞ്ഞാൽ പേടി. ഫൗസിയ, ഞാനോട് പറഞ്ഞിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് കയറി വരരുത്, ഓളെ ഇടങ്ങാറാക്കാൻ. നിൽക്കണ്ടേ നിന്നോട്ടെ, പാവം മോളല്ലേ. എന്നാൽ ഷെഫീക്ക് പറഞ്ഞു, അത് നിങ്ങൾക്ക് ആർക്കും ആവശ്യമില്ലെങ്കിൽ അവളെ വീട്ടിലേക്ക് പറഞ്ഞയച്ചൂടെ, എന്തിനാണ് ഇവിടെ നിർത്തുന്നത്? പൊന്നാര മോനെ, പറയാൻ എന്തെന്ന് വെച്ചാൽ അവരുടെ വീട്ടുകാർക്കും വലിയൊരു താല്പര്യവും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് എനിക്ക് തോന്നുകയാണ്. അല്ലാതെ ഇപ്പം ഇങ്ങനെ ഇപ്പോൾ ഒരു പെൺകുട്ടിനിട്ട് ഇടങ്ങാറാവുമ്പോൾ ആ പെണ്ണ് പാവം മോളാണ്. ശരിക്കും ഉമ്മ വളരെയധികം ദയനീയമായാണ് അതെല്ലാം പറഞ്ഞത്. ഷെഫീക്കിന് കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഷെഫീക്കിന് എന്തൊക്കെയോ മനസ്സിൻ്റെ ഉള്ളിൽ ഓരോ ബുദ്ധി തോന്നുകയാണ്. അതായത് മറ്റൊന്നുമല്ല, ഷെഫീക്കിന് ചില കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നു. അതിനെക്കുറിച്ച് ഷെഫീക്കിൻ്റെ മനസ്സിൽ പല ചിന്തകൾ വന്നു. ഒരു പെൺകുട്ടിയെയും നമ്മൾ കഷ്ടപ്പെടുത്താൻ പാടില്ല, ഇടങ്ങാറാക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കണം. ഷെഫീക്ക് തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ ഓർത്തു, അത് ഷാഹുലിനെ. ഇൻഷാ അല്ലാഹ് ഷെഫീക്ക് എന്തായിരിക്കും ഷാഹുലിനോട് പറയാൻ വേണ്ടി പോകുന്നത്? ഒരു പക്ഷേ വീട്ടുകാരോട് അല്ലെങ്കിൽ നൂറയുടെ ബാപ്പയോട് സംസാരിച്ചാൽ എന്തായിരിക്കും അതിനുള്ള പ്രതികരണം? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.